മൂലക്കല്ലായി മാറുന്ന യേശുവിന്റെ സഭയുടെ ചരിത്രത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മളെല്ലാവരും തമ്പുരാന് പ്രിയപ്പെട്ട ആളുകളാണ്. നമ്മുടെ ഭംഗിയോ നമ്മുടെ ബുദ്ധിശക്തിയോ മാനുഷികമായ വിലയിരുത്തലിന് വിട്ടുകൊടുക്കാതെ എല്ലാം ദൈവത്തിന്റെ കരങ്ങളിൽ അർപ്പിക്കുമ്പോൾ സ്വർണ്ണ നാണയങ്ങളായിട്ട് അതെല്ലാം മാറുന്നു. ഈ ധ്യാനാവസരത്തിൽ പങ്കെടുക്കുന്ന നമുക്ക് എല്ലാവർക്കും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട ചിന്ത ഇതാണ്: തമ്പുരാന്റെ മുമ്പിൽ അങ്ങനെ നിസ്സാരമായത് എഴുതിത്തള്ളേണ്ട കാര്യങ്ങളില്ല. നമ്മുടെ ഓരോ ജീവിതങ്ങളും തമ്പുരാന് വളരെയേറെ വിലപ്പെട്ടതാണ്. ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ: നീ എല്ലാം നിന്റേതാണെന്ന് വിചാരിക്കരുത്. സ്വാർത്ഥതയുടെ പ്രതീകമായി മാറരുത്. സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് അതല്ലേ? മുന്തിരിത്തോട്ടം സ്ഥാപിച്ച് എല്ലാം ശരിയാക്കി കൊടുത്തു. പക്ഷേ ആ വീട്ടുടമസ്ഥനെ കൃഷിക്കാർ തള്ളിപ്പറയുന്ന ഒരു രംഗം കാണുന്നുണ്ട്. സ്വാർത്ഥതയുടെ മനുഷ്യർ. പ്രിയപ്പെട്ടവർ, നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളതെല്ലാം ദൈവത്തിൻ്റെതാണ്. നമുക്ക് കഴിയിട്ടുള്ള ബുദ്ധിശക്തി, നമ്മുടെ ആരോഗ്യം, നമ്മുടെ സാമ്പത്തിക ശേഷി, നമ്മുടെ കാറ്, നമ്മുടെ വീട്, ഇതിൻ്റെയൊക്കെ ഉടമസ്ഥർ നമ്മളല്ല. നമ്മൾ സൂക്ഷിപ്പുകാർ മാത്രമാണ്. വെറും 40-50 വർഷം ഈ ഭൂമിയിൽ ജീവിക്കുവാൻ, തുടർന്നുള്ള കാലഘട്ടത്തെ കാര്യം പറയുന്നത്, ജീവിക്കുവാൻ നമുക്ക് ദൈവം അവസരം നൽകിയിട്ടുണ്ട്. ഈ അവസരത്തിൽ നമ്മൾ എല്ലാം കെട്ടിപ്പിടിച്ചത് ഇതിൻ്റെ എല്ലാം ഉടമസ്ഥൻ ഞാനാണെന്ന് വിചാരിക്കരുത്. ദൈവമാണ് ഉടമസ്ഥൻ. നമ്മൾ സൂക്ഷിപ്പുകാരാണ്. അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനുള്ള വിശാല മനസ്സ് നമുക്കുണ്ടാകണം. നമ്മുടെ മനോഭാവം അതായിരിക്കണം. അതാണ് ക്രൈസ്തവരിൽ നിന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അപ്രകാരം സുവിശേഷത്തിൽ പറയുന്നത് പോലെ സ്വാർത്ഥമതികളായ മനുഷ്യരാകാതെ കുറേ കൂടി ഔദാര്യപൂർണരായ മനുഷ്യരായി മാറുവാൻ കർത്താവ് ആവശ്യപ്പെടുന്നു. 2, നമ്മൾ തമ്പുരാന്റെ മുമ്പിൽ ഒന്നുമല്ല എന്നുള്ള മനോഭാവത്തോടു കൂടിയാണ് ആയിരിക്കുന്നതെങ്കിൽ തീർച്ചയായും ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. തമ്പുരാനെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ വലിയവരാകാൻ ആഗ്രഹിക്കുമ്പോഴാണ് നമ്മൾ തീർത്തും നിസ്സാരരായി മാറുന്നത്. നമുക്ക് തമ്പുരാനോട് പ്രാർത്ഥിക്കാം: അങ്ങയുടെ മുമ്പിൽ എളിമയോടുകൂടെ ജീവിക്കുവാനുള്ള കൃപ തരണമേ. അങ്ങനെയാകുമ്പോൾ അങ്ങയുടെ രക്ഷണീയമായിട്ടുള്ള ആ എല്ലാ ഫലങ്ങളും എൻ്റെ ജീവിതത്തിലൂടെ ഇറങ്ങി വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ പലപ്പോഴും നമ്മുടെ കഴിവുകളിൽ അമിതമായി അഹങ്കരിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാനുള്ള സാഹചര്യങ്ങളും അവസരങ്ങളും നഷ്ടപ്പെടുകയാണ്. നമുക്ക് ആത്മാർത്ഥമായി തമ്പുരാന്റെ മുമ്പിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധ കുർബാനയിൽ തുടർന്നുള്ള ഭാഗത്തും പ്രാർത്ഥിക്കാം. അങ്ങ് തന്നെ അങ്ങേ സ്വയമായി മറ്റുള്ളവർക്ക് വീതിച്ചു നൽകിയതുപോലെ, വിഭജിച്ചു നൽകിയതുപോലെ, കുരിശു കയറിയതുപോലെ ഞങ്ങളുടെയും ജീവിതങ്ങൾ, ഞങ്ങൾക്കുള്ളതും ഞങ്ങളുടെ ഉള്ളവും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ, അങ്ങേക്ക് വേണ്ടി സമർപ്പിക്കുവാനുള്ള കൃപാവരം തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിശുദ്ധ കുർബാനയിൽ തുടർന്ന് പങ്കുചേരാം. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ തന്നെ കർത്താവേ, ഞങ്ങളുടെ